ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ആമസോൺ ഹോളായിട്ടാണ്. ആമസോണിൽ നിന്നുള്ള കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കാണിച്ചിരുന്നത്. അതായത് ഫെസ്റ്റീവ് സീസൺ ആണ്. ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഒരു ദിവസം രണ്ടും മൂന്നും കല്യാണമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ടാവും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കും കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആമസോണിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ ഔട്ട്ഫിറ്റ്സും വരാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോരോ മോഡലൊക്കെയാണ് വന്നിട്ടുള്ളത്. എനിവേ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ. എനിവേ നമുക്ക് വീഡിയോയിലോട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു ഷെയ്ഡാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അടിപൊളി ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുവാണെങ്കിൽ എ ലൈൻ ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത്. സോ ഒരു ഇതാ ഈ ഒരു നെക്ക് വന്നിട്ടുള്ളത് റൗണ്ടും സെൻറ്ററിൽ ഈ ഒരു വി കട്ടിങ് ആയിട്ടാണ്, ഒരു എംബ്രോയ്ഡറി ആയിട്ടാണ് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത്. സോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ് ആണ്, നോർമൽ 3/4 സ്ലീവ് ആണ്. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. താഴോട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതിനൊരു പോക്കറ്റും വരുന്നുണ്ട്, ഒരു സൈഡിൽ മാത്രം പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ അടിപൊളിയാണ്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ബോട്ടം സിഗരറ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് വരുന്ന ബോട്ടം ആണ്, പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് ബോട്ടവും വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ട് നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട്. ചില ഓർഗൻസ് നമുക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇടാൻ പറ്റാത്ത പോലെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയലാണ്. നല്ല ഷെയ്ഡാണ്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു ഷോളിൻ്റെ ക്വാളിറ്റി ഒക്കെ, എനിക്ക് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, അടിപൊളി ക്വാളിറ്റിയിലെല്ലാം വന്നിട്ടുള്ളത്. സോ ഇതാണ് ഷോള്, അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഓക്കെ. അപ്പം നമ്മളെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ഇത് കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നിങ്ങൾക്കിപ്പം ഹൽദി, അതായത് മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊരു വെറൈറ്റി ആയിരിക്കും. അന്ന് നിങ്ങൾ ഇത് ഇടുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടായിരിക്കും വരിക. ഇത് വന്നിട്ടുള്ളത് ഇതൊരു സ്ലീവ്ലെസ് ഒരു ഗൗൺ പോലെ ഫ്ലോർ ടച്ച് ചെയ്യുന്ന, ലൈക്ക് ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള, ഇങ്ങനെ സ്ലീവ്ലെസ്സിൽ വന്നിട്ടുള്ള ഒരു സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. ഫുൾ സംഭവം അങ്ങനെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ ഹെൻഡിൽ ഇങ്ങനെ ഒരു നമ്മളെ മനസ്സിലായില്ലേ, ഒരു ഗോൾഡൻ ആ ഒരു ലേസ് എന്ന് പറയാൻ പറ്റും, മീൻസ് ഒരു പെയിൻറ് വർക്ക് പോലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് എൻഡിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഒരു യെല്ലോ, ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് തോന്നി. ആ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ, ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. സോ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഫുൾ കംപ്ലീറ്റ് വെയർ ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അടിയിലേക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും, കുറച്ച് വെറൈറ്റി ആയിരിക്കും. നമ്മളെ റൗണ്ട് നെക്ക്, 3/4 ആണ് സ്ലീവ്. സിൽക്കി ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ, സിൽക്കി മെറ്റീരിയലില്ലേ, ആ ഒരു മെറ്റീരിയലാണ്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് ലെങ്ത്തിലാണ് വരുന്നത്. ഒരു സ്കേർട്ട് ഇങ്ങനെ ഫ്ലോർ ടച്ച് ചെയ്തിട്ട് നിൽക്കും. ഇത് അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നല്ല ഭംഗി ഉണ്ടാവും, കുറച്ചൊരു വെറൈറ്റി ആയിരിക്കും. ഓൾസോ ഷെയ്ഡും കുറച്ച് വെറൈറ്റി ആണ്. ഒരു മഞ്ഞൾ കല്യാണം, ഹൽദിക്കൊക്കെ നിങ്ങൾക്ക് ഇതിട്ടുണ്ടെങ്കിൽ തിളങ്ങാം, അടിപൊളിയായിരിക്കും. സോ ഇതാണ് നമ്മളെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ്. സോ ഇത് ഭയങ്കര എന്താ പറയുക, ഹെവി ആയിട്ടുള്ള ഒന്നല്ല, കുറച്ച് നമുക്ക് ക്യാഷ്വലായിട്ടും ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയിൽ അത് വന്നിട്ടുള്ളത്, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് നെക്കാണ്. ഇവിടെ ഇങ്ങനെ യോക്ക് പോർഷൻ ഇങ്ങനെ എംബ്രോയ്ഡറി സീക്വൻസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നല്ല ഭംഗിയുണ്ട്. സോ സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. സോ ഈ ഒരു നോർമൽ 3/4 സ്ലീവാണ്.
ഇതും ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഇങ്ങനെ ബ്രൗൺ ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു സാറ്റിൻ, കുറച്ചൊരു തിക്ക് സാറ്റിൻ മെറ്റീരിയൽ അല്ലേ, കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ചൊരു സംഭവം അടിപൊളിയായിട്ടുള്ളൊരു ലൈക്ക് സാറ്റിൻ ആ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു ക്ലോത്ത് ആണ്, മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ബോട്ടം പ്ലെയിൻ ആണ്, സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. നല്ല തിക്ക് മെറ്റീരിയൽ ആണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത്. എൻ്റെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സിഗരറ്റ് ഫിറ്റിൽ വരുന്ന ബോട്ടംസ് അങ്ങനെ വരുത്തുണ്ടല്ലോ ചിലതിന് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് അങ്ങനെ വരുള്ളൂ. ഓക്കെ, എലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ബോട്ടമൊക്കെ ഭയങ്കര കട്ടിയുള്ളൊരു മെറ്റീരിയൽ നല്ല ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ദുപ്പട്ട ഇങ്ങനെയുള്ളൊരു കുഴഞ്ഞിട്ടുള്ള ലൈക്ക് മീൻസ് ഭയങ്കര ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു മീൻസ് ഇതിൻ്റെ മെറ്റീരിയൽ പേരെന്താ, ഇതും ലൈക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇല്ലേ, പോളിസ്റ്റർ അല്ല, പോളിസ്റ്റർ നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയലാണ്, നല്ലതാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ മെറ്റീരിയൽ തെറ്റിക്കുന്നില്ല. സോ ഇതിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഷെൻഡൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാഷ്വലായിട്ടും വെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഇതും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ ഒരു സെറ്റാണ്. സോ ഇത് വിത്തൗട്ട് ദുപ്പട്ടയാണ്. വിത്ത് ദുപ്പട്ട ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് വിത്തൗട്ട് ദുപ്പട്ടയിലാണ് വന്നിട്ടുള്ളത്. സോ ഞാനൊരു ഈ ഒരു ഗ്രീൻ ഹിജാബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ക്ലിപ്പ് കാണിച്ചു തരാം. സോ ഇത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ ഇങ്ങനെ എംബ്രോയ്ഡറി വിത്ത് ഒരു മിറർ വർക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫുൾ കംപ്ലീറ്റ് പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രില്ല് പോലെ ലൈക്ക് ഫ്രോക്ക് പോലെ. എന്നിട്ട് നമ്മളെ ഇതിന് ഗരാറ അങ്ങനെ എന്തോ അല്ലേ പറയാം, ഗരാറ ബോട്ടല്ലേ, അങ്ങനെ എൻഡിലേക്ക് ഇങ്ങനെ ഫ്രില്ല് പോലെ വന്നിട്ടുള്ള ഉടുപ്പ് പോലെ വരുന്നൊരു ബോട്ടം. നല്ല ക്വാളിറ്റി ആണ്. ഇതിൻ്റെ കളർ കൊണ്ടാണോ ഇതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇത് വേറെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ എലാസ്റ്റിക് ആ ഒരു ഗരാറ ടൈപ്പ് ബോട്ടമാണ് വന്നിട്ടുള്ളത്. സംഭവം നല്ല ഉണ്ട്, ഓൾസോ പ്ലെയിൻ ആണ്. അപ്പോൾ അതും കൂടി കൂടുമ്പോൾ നല്ലതാണ്, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. സോ ഞാൻ ഈ ഒരു ദുപ്പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ദുപ്പട്ട സെപ്പറേറ്റ് പ്ലെയിൻ എടുത്തിട്ട് ഇതേ കളറാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. സോ അതിന് വേണമെങ്കിൽ എൻ്റെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, എന്തോ ഒന്ന് പറയും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആരോ ഒന്ന് അതിൽ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞു അതിനിങ്ങനെയാണ് പറയാമെന്ന്, എനിക്ക് മറന്നുപോയി. ഓക്കെ, എന്തായാലും ഇതൊരു സംഭവം ഉണ്ടത്, ആ ഒരു സംഭവം ചെയ്യിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും എന്തായാലും ഏതെങ്കിലും മാരേജ് ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല രസം ഉണ്ടാവും. പ്ലെയിൻ ഒരു ഓർഗൻസയിൽ തന്നെ, ഓർഗൻസ ഷിഫോൺ ഈ ഒരു മെറ്റീരിയൽ എന്നാണെങ്കിൽ കുറച്ചുകൂടി നല്ല. ഇത് വന്നിട്ടുള്ളത് ഷിഫോൺ അല്ല, ഒരു ജോർജറ്റ്, ഒരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സോ ആ ഒരു സംഭവമൊക്കെ കൊടുപ്പിച്ചാൽ മതി. അങ്ങനെ ലൈക്ക് ഓൾട്ടർനേഷൻ ചെയ്യുന്നിടത്തൊക്കെ കൊടുത്താൽ അവർ ചെയ്തുതരും. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഹിജാബ് ഇട്ടിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെ എല്ലാം നോർമൽ എക്സലാണ് സൈസ് എടുത്തിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ നോർമൽ സൈസ് എടുക്കുക. ലാസ്റ്റ് വൺ ഈ ഒരു സെൽവാർ സെറ്റാണ്. കുറച്ചൊരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഒരു സെൽവാർ സെറ്റാണ്. സോ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുവാണെങ്കിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. ആ ഒരു സെയിം തന്നെ നമ്മൾ ഈ ഒരു യോക്ക് പോർഷനിലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും. സോ ഇത് വന്നിട്ടുള്ളത് ലൈക്ക് പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റും, ഒരു സിൽക്കി പ്ലസ് പോളിസ്റ്റർ ആ ഒരു മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്. സോ ഇതിൻ്റെ മീൻസ് ആമസോണിൽ ഞാൻ അങ്ങനെ മെറ്റീരിയൽ എനിക്ക് എടുത്ത് പറയണം തോന്നില്ല, കാരണം എല്ലാം അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് മെറ്റീരിയൽ വെറുതെ എനിക്ക് എപ്പോഴും കിട്ടാറ്. സോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ
ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്, ഫ്രണ്ടിൽ നോർമലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ രണ്ട് ഭാഗത്തും പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടത്തിന്. സോ സിഗരറ്റ് ഫിറ്റിലല്ല, പലോസ പാരൽ ആ ഒരു ഫിറ്റില്ല, പലോസ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. പലോസ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ദുപ്പട്ട ഇറ്റ്സ് ഓർഗൻസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഈ ഒരു ഓർഗൻസ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയാണ്. ഇങ്ങനെ എനിക്ക് ഭയങ്കര പൊന്തി കിടക്കുന്നൊന്നുമില്ല, നല്ല ഒതുങ്ങി കിടക്കുന്ന പോലെ, നല്ല ഒതുങ്ങിയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ചില ഓർഗൻസ് എനിക്ക് ഇഷ്ടമല്ല. ഞാനിതിന് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിൻ്റെ ഓർഗൻസ മെറ്റീരിയൽ ഭയങ്കര പൊന്തി കിടന്ന് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെയും കളർ ഉണ്ട്, ഇത് പിങ്ക് ഒക്കെ ഉണ്ട്, ഇതേപോലെ ഗ്രീനിൻ്റെ ഒരു പിങ്ക് ഒക്കെ ഉണ്ട്. സോ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മസ്റ്റ് ട്രൈ പറയാവുന്ന ഒന്നാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ആൻഡ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതും നല്ലൊരു ഷെയ്ഡാണ്. ആൻഡ് ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള സംഭവമല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.